22-ാം തീയതി നടന്ന KPCC നിർവാഹക സമിതിയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഈ സന്ദർഭത്തിൽ കത്തയച്ചതാണ് ഗൂഢാലോചനയെന്ന് സംശയിക്കാൻ കാരണമെന്ന് VM സുധീരൻ പറഞ്ഞു. മദ്യനയവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ചില കേന്ദ്രങ്ങളിൽ വിമർശനം വരുന്നതിന്റെ തുടർച്ചയായാണ് താൻ ഇതിനെ കാണുന്നത്. ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ ഇത് എന്ന് സംശയിക്കുന്നു. എന്നെ തേജോവധം ചെയ്യാനോ മോശക്കാരനാക്കാനോ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ സ്വീകരിച്ചിട്ടുള്ള ഈ നിലപാടുകളിൽ നിന്നും പിന്തിരിപ്പിക്കാനോ മോശക്കാരാക്കാനോ ഉള്ള സംഘടിതമായ ശ്രമം നടത്തുന്നവരുടെ കയ്യിലെ ഒരു കരുവാണ് എന്ന് ന്യായമായി സംശയിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. KC വേണുഗോപാലിനെതിരെ വ്യക്തിപരമായ പരാമർശം നടത്തിയതിന് നിർവാഹക സമിതിയുടെ പൊതുവികാരം മാനിച്ചാണ് താക്കീത് ചെയ്തത്. പാർട്ടി ഫോറങ്ങൾ വ്യക്തിപരമായ വിമർശനങ്ങൾക്കുള്ള വേദിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി വേദി എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും നമുക്കൊരു വ്യക്തിവിരോധം തീർക്കാനുള്ള ഒരു വേദിയാണോ? കത്തിലെ പരാമർശങ്ങൾ തികച്ചും അസത്യമാണ്. അവർക്ക് അനുകൂലമായി കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണ് ചെയ്തത്. താൻ മാത്രമാണ് അവർക്ക് സീറ്റിനായി വാദിച്ചത്. തന്നെയാണ് അവർ വിമർശിക്കുന്നത്. താൻ മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം നടത്തിയെന്ന പരാമർശം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നേ വരെ ഉമ്മൻചാണ്ടി എന്നല്ല, കോൺഗ്രസിനകത്ത് ഒരു വ്യക്തിയെക്കുറിച്ച് പോലും വ്യക്തിപരമായി മോശമാക്കുന്ന ഒരു നിലയിലേക്ക് ഒരു അഭിപ്രായ പ്രകടനം പാർട്ടിക്കകത്തോ പുറത്തോ എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഏകോപന സമിതിയിലെ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നിൽ താനല്ലെന്നും സുധീരൻ വ്യക്തമാക്കി. ഷാനിമോൾ ഉസ്മാന്റെ കത്തിന്റെ ലക്ഷ്യവും സാഹചര്യവും ഉള്ളടക്കവും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് MMSN ചെയർമാനും ലാലി വിൻസെന്റ്, PM സുരേഷ് ബാബു എന്നിവർ അംഗങ്ങളുമായ സമിതിയെ നിയോഗിച്ചത്. മീഡിയ 1 തിരുവനന്തപുരം.